കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന ഇടുക്കി മൂന്നാറിൽ പുഷ്പമേളയ്ക്ക് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള. ദൃശ്യവിരുന്നൊരുക്കിയാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത്. വിദേശീയിനം തുലിപ്പുകൾ തുടങ്ങി 5000-ഓളം ഇനം പുഷ്പങ്ങളാണ് നയനമനോഹര കാഴ്ച ഒരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലും പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾച്ചെടിയും ഡാലിയകളും മേരിഗോൾഡും മെലസ്റ്റോമ ഇംബേഷ്യൻസ് മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ മഗ്നോളിയ ലില്ലിഫ്ലോറ വിവിധയിനം റോസുകൾ 30 ഇനം ചൈനീസ് ബോൾസം 31 ഇനം അസീലിയ ആന്തൂറിയം തുടങ്ങിയ വർണ്ണവസന്തം തീർക്കുകയാണ് മൂന്നാറിലെ പുഷ്പമേളയിൽ. ഇതില് 5000-ക്ക് മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവർസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് 6-7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. 7:30-ക്ക് DJ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നടത്തുന്നുണ്ട്. പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും തൈകളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9-ന് തുടങ്ങുന്ന മേള രാത്രി 9 വരെ നീളും. മുതിർന്നവർക്ക് 60-ഉം കുട്ടികൾക്ക് 35-ഉം വീതമാണ് പ്രവേശന ഫീസ്. കനത്ത വേനൽ ചൂടിൽ കുടുംബവുമൊത്ത് മൂന്നാറിൽ തണുപ്പാസ്വദിക്കാനാകുമെന്ന് സഞ്ചാരികൾ പറയുന്നു. അസഹനീയമായ ചൂട് മൂന്നാറിലെങ്കിലും അല്പം ആശ്വാസം കിട്ടുമെന്നറിയാൻ വേണ്ടി ടൂറിസ്റ്റിന്റെ സമയമൊക്കെ അല്ലേ, വെറുതെ മൂന്നാർ വരെ ഒന്ന് കൊച്ചുമക്കളൊക്കെ ആയിട്ടൊന്ന് വന്നു നോക്കിയതാണ്. ഉച്ചയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി, അല്പം ആശ്വാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല മൂന്നാറിൽ. എന്നാലും കുറേ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. പൂക്കൾക്ക് പുറമെ സെൽഫി പോയിന്റുകളും ആനയും മരംകൊത്തിയും അണ്ണാനുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് വാട്ടർ ഫൗണ്ടൻ ഷോയും അതിനുശേഷം ഗാനമേളയും DJയും മേളയിൽ നടക്കും. വിപണനശാലകളും മേളയിൽ സജീവം. ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് പായും ഒരുക്കിയിട്ടുണ്ട്. പുഷ്പമേള മെയ് 12-ന് സമാപിക്കും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.